മലയാളത്തിലെ സൂപ്പർ ലേഡി ആരാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം മഞ്ജു വാര്യർ എന്നായിരിക്കും. എന്നാൽ മഞ്ജുവിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പാർവതി ഉയർന്നു വരുന്നത്. ടേക്ക് ഓഫ് എന്ന ചിത്രവും ഗംഭീര വിജയമായതോടെ പാർവതി തന്റെ പ്രതിഫലം ഉയർത്തിയതായി വാർത്തകൾ സത്യമാണെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടി പാർവതിയാണ്. 30 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം വരെയായിരുന്നു ഇതുവരെ പാർവതിയുടെ പ്രതിഫലം. എന്നാൽ തുടർച്ചയായി വിജയങ്ങൾ നേടുന്നതോടെ പാർവതി പ്രതിഫലം ഉയർത്തുകയായിരുന്നു. ഇപ്പോൾ 1 കോടി രൂപയാണത്രേ പാർവതിയുടെ പ്രതിഫലം. 50 ലക്ഷം പ്രതിഫലം വാങ്ങുന്ന മഞ്ജു വാര്യർ ആയിരുന്നു ഇതുവരെ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നായിക. തമിഴിൽ 2-2.5 കോടി വാങ്ങുന്ന നയൻതാര പോലും മലയാളത്തിൽ 30 മുതൽ 35 ലക്ഷം വരെ മാത്രമേ പ്രതിഫലം വാങ്ങാറുള്ളൂ. ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും മുന്നിലാണ് പാർവതിയുടെ സ്ഥാനം. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ടേക്ക് ഓഫ് എന്ന ചിത്രത്തിന്റെ ഗംഭീര വിജയമാണത്രേ ഇപ്പോൾ പ്രതിഫലം ഉയർത്താൻ പാർവതിക്ക് പ്രേരണയായത്. പാർവതിയുടെ ഗംഭീര പ്രകടനം തന്നെയാണ് സിനിമയുടെ വിജയത്തിന് പ്രധാന കാരണം. മലയാളത്തിൽ നിലവിലുള്ളവരിൽ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് പാർവതി. വളരെ സെലക്റ്റീവായ പാർവതി ചെയ്യുന്ന സിനിമകളെല്ലാം ഇപ്പോൾ വിജയമാണ്. ബാംഗ്ലൂർ ഡേയ്സിൽ തുടങ്ങി എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി എന്നീ ചിത്രങ്ങളെല്ലാം സാമ്പത്തിക വിജയവും പ്രേക്ഷക പ്രീതിയും നേടി. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.